ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഏപ്രിൽ മാസം ഇറങ്ങാൻ പോകുന്ന മൂവീസിൻ്റെ സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോ നമുക്ക് പറയാൻ വേണ്ടി പോകുന്നത്. നേരെ വീട്ടിലോട്ട് പോകും. ഫസ്റ്റിൻ്റെ മൂവി എന്ന് പറയുന്നത് ദ ബോൺസ് മാൻ ആണ്. ഇത് ആമസോൺ പ്രൈമിലൂടെയാണ് സ്ട്രീം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതൊരു അടിപൊളി പിന്നെ പൾസ് എന്ന് പറഞ്ഞിട്ടുള്ള നെറ്റ്ഫ്ലിക്സിൽ സീരീസ് ഇറങ്ങുന്നുണ്ട്. പിന്നെ അതേ ദിവസം തന്നെ ഡെവിൾ മേ ക്രൈ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസും പുറത്തിറങ്ങുന്നുണ്ട്. ഇതൊരു ഗെയിം അഡാപ്ഷനാണ്. പിന്നെ അടുത്തത് ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ആസിഫിക്ക് നായകനാവുന്ന പടമാണ്. പിന്നെ ഏപ്രിൽ 4 ലവ്ലി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാത്യു തോമസിൻ്റെ മൂവി ഇറങ്ങുന്നുണ്ട്. പിന്നെ മൈൻക്രാഫ്റ്റ് ൻ്റെ മൂവി വരുന്നുണ്ട്. അതൊരു അടിപൊളി സംഭവമായിരിക്കും. എനിക്ക് നല്ല പ്രതീക്ഷയുള്ള മൂവിയും കൂടിയാണ്. പിന്നെ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സിദ്ധാർത്ഥും മാധവനും നയൻതാരയും മീര ജാസ്മിനും എല്ലാവരും പ്രധാന വേഷത്തിലെത്തുന്ന ഒരു മൂവിയാണ്. ഇത് നെറ്റ്ഫ്ലിക്സിലൂടെ OTT ആയിട്ടാണ് റിലീസാവുന്നത്. പിന്നെ നെറ്റ്ഫ്ലിക്സിലൊരു ലാസാറസ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ്, ഒരു അനിമേറ്റഡ് സീരീസ് പുറത്തിറങ്ങുന്നുണ്ട്. ഇതെന്തായാലും എനിക്ക് നല്ല പ്രതീക്ഷയുള്ളൊരു മൂവിയാണ്. ഏപ്രിൽ 10 തൊട്ടിട്ടാണ് നല്ല കീട്ടിലും പടങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ ബസൂക്ക, നമ്മുടെ മമ്മൂക്ക നായകനാവുന്ന ബസൂക്കയാണ്. എനിക്ക് ഈ ട്രെയിലർ അത്രയ്ക്ക് ഇമ്പ്രസ്സായി തോന്നിയിട്ടില്ല. പിന്നെ അടുത്തത് ഗുഡ് ബാഡ് അഗളി, അടിപൊളി പടമായിരിക്കും. എനിക്ക് നല്ല പ്രതീക്ഷയുള്ള മൂവിയാണ്. അദിക് രവിചന്ദ്രനാണ് ഡയറക്ടർ. പുള്ളീൻ്റെ മാർക്ക് ആൻ്റണി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു മൂവിയായിരുന്നു. പിന്നെ അടുത്താണ് മരണം മാസം. എനിക്ക് ഇതിലത്തെ ടീസർ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ആലപ്പുഴ ജിംഖാൻ നസ്ലിൻ്റെ നായകനാവുന്ന ഖാലിദ് റഹ്മാൻ ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഇതിലെ ട്രെയിലർ. പിന്നെ സണ്ണി ഡിയോള് നായകനാവുന്ന ജാത്ത് എന്ന് പറഞ്ഞ മൂവിയുണ്ട്. ഇത് കേരളത്തിൽ റിലീസ് ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും എനിക്ക് അത്യാവശ്യം എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു സോങ് റിലീസാവുന്നുണ്ട്. പിന്നെ മൂൺ റൈസ്, ബ്ലാക്ക് മിറർ, പിന്നെ അങ്ങനത്തെ പടങ്ങളൊക്കെയാണ് ആപ്പിൾ മൂവി ഇറങ്ങുന്നുണ്ട്. വാർഫെയർ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയുണ്ട്. ഇതിലത്തെ നായകൻ്റെ സിൽവാർ എന്ന് പറഞ്ഞ ഒരു പടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രോപ്പ്, ദ ആർമേച്ചർ, പിന്നെ അതൊക്കെ ഇറങ്ങുന്നുണ്ട്. കൈജു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനിമേറ്റഡ് സീരീസിൻ്റെ മൂവിയാണ് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. പിന്നെ വൺ പീസ് ഏകദേശം സെപ്റ്റംബർ തൊട്ട് ഒക്ടോബർ വരെയുള്ള മുടക്കിന് ശേഷം ഇനി വീക്കിലി തൊട്ടിട്ട് സീരീസ് ഇറക്കുന്നതായിരിക്കും. ദ ലാസ്റ്റ് ഓഫ് അസ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയുണ്ട്. അത് അതിൻ്റെ സീസൺ 2 ആണ്. എന്നിട്ട് ആപ്പിൾ TV പുറത്തിറങ്ങും. പക്ഷേ ജിയോ ഹോട്ട്സ്റ്റാറിൽ പുറത്തിറങ്ങും. പിന്നെ ഓടല 2 നമ്മുടെ തമ്മേൻ്റെ നായികയാവുന്ന പടമാണ്. ഓടല 1 ഭയങ്കര ഹിറ്റായിരുന്നു. പിന്നെ ജാട്ടി എന്ന് പറഞ്ഞിട്ടുള്ള മൂവി അനുഷ്ക ഷെട്ടീൻ്റെ. പിന്നെ കലിയുഗം 142 എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുണ്ട്. അത് എനിക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷനുണ്ട്. സിനേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവി റിലീസാവുന്നുണ്ട്. അതെനിക്ക് നല്ല എക്സ്പെക്റ്റേഷനുള്ള മൂവിയാണ്. ഇതൊരു ഹോളിവുഡ് മൂവിയാണ്. പിന്നെ ആൻഡോർ എന്ന് പറഞ്ഞിട്ടുള്ള സീസൺ 2, ആൻഡോർ സീസൺ 2 ആണ്. പിന്നെ പ്രിൻസ് ധ്യാൻ ശ്രീനിവാസിൻ്റെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ ഹാവോക്ക് നമ്മുടെ ടോം ഹാർഡി അഭിനയിക്കുന്ന പടമാണ്. പക്ഷേ ഇതിലത്തെ ഡയറക്ടർ റെയ്ഡിൻ്റെ ഡയറക്ടറാണ്. എനിക്ക് നല്ല പ്രതീക്ഷയുള്ള മൂവിയാണ്. ദ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള അനുപമ പരമേശ്വരനും ഷറഫുദ്ദീനും നായകരാകുന്ന പടമാണ്. എനിക്ക് നല്ല പ്രതീക്ഷയുള്ള പടമാണ്. കണ്ണപ്പയാണ് ഇതിലത്തെ ഏറ്റവും ഹൈപ്പുള്ള മൂവി എന്ന് പറയുന്നത്. നമ്മുടെ മലയാളത്തിൽ ലാലേട്ടൻ, പ്രഭാസ്, പിന്നെ മഞ്ജു പിച്ചു, പിന്നെ അക്ഷയ് കുമാർ എല്ലാവരും നായകനാവുന്ന പടമാണ്. ഭയങ്കര വലിയ എക്സ്പെക്റ്റേഷനിൽ ഇറങ്ങുന്ന മൂവിയാണ്. ദ ലെജൻഡ് ഓഫ് അസ്, പിന്നെ അൺടിൽ ഡൗണും അതൊക്കെ ഭയങ്കര എക്സ്പെക്റ്റേഷനിൽ ഇറങ്ങുന്ന സീരീസും കൂടിയാണ്. അൺടിൽ ഡൗണിൻ്റെ ട്രെയിലർ അടിപൊളി ട്രെയിലറാണ്. കാണാത്തവർ കാണണം. PlayStation ഇതൊരു ഗെയിം അഡാപ്ഷനാണ്. പിന്നെ നിഹിസ 2 എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയാണ്. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഇത് ചൈനീസ് അനിമേറ്റഡ് മൂവിയാണ്. ഇത് കാണാത്തവർ കാണണം. കുറേയധികം കാശ് വരെയുള്ള കുറേയധികം കളക്ട് ചെയ്തിട്ടുള്ള മൂവിയാണ്. ഭയങ്കര വലിയ എക്സ്പെക്റ്റേഷനിൽ ഇറങ്ങുന്ന മൂവിയാണ്. ഫസ്റ്റ് പാർട്ടത്തവർ കാണാത്ത. ഇതൊക്കെ തന്നെയാണ് ഈ ഏപ്രിൽ മൂവിൻ്റെ അപ്ഡേറ്റ്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ.